കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 3 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ശരിക്കും ഇംപ്ലാന്റേഷൻ സിംറ്റം എന്ന് തന്നെ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ആ ഒരു ഇംപ്ലാന്റേഷൻ എക്സാക്ട് ദിവസം നടന്നതിന് ശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത്. അതായത് ഇംപ്ലാന്റേഷൻ ടൈം പീരീഡിൽ തന്നെ. അപ്പൊ നമുക്ക് ഈ വ്യത്യാസം എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിലേ പറയാം, ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റി വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസിൽ അവയർനെസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതായത് PCOD ഉള്ളവർക്കും അതുപോലെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവർക്കും ഒക്കെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും അവർ ചിന്തിക്കുന്നത് പീരീഡ് ആകാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പീരീഡ് 1-2 ദിവസമൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ പലരും പീരീഡ് ആകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഓൾറെഡി ഡോക്ടർ തന്നത് എടുത്ത് കഴിക്കും. അല്ലാത്തവരെന്ന് പറയുന്നത് പീരീഡ്സ് ആകാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യും. ഇതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പീരീഡ്സ് ആകുമ്പോൾ മാത്രമല്ല, പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സാക്ട് ആയിട്ടുള്ള നിങ്ങളുടെ പീരീഡ്സ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് പീരീഡ്സ് പോലുള്ള ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടായതിനു ശേഷം പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയി എന്നുള്ളത്. നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശരീരം ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന 3 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ടെൻഡൻസീസ് ഒരുപാട് വർദ്ധിക്കുക. അതായത് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഒരു 3 നേരമോ അല്ലെങ്കിൽ ഒരു 4 നേരമോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസ് വരിക. ഇങ്ങനെയുള്ള പ്രവർത്തനം നടക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൂടുതൽ എനർജി നമ്മളുടെ ശരീരത്തിന് വേണ്ടി വരുന്നു. അതായത് ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന എംബ്രിയോ വളരണമെങ്കിൽ അതിന് വളരാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു വിത്ത് കൊണ്ട് നടുകയാണെന്ന് വിചാരിച്ചോ. അത് നമ്മൾ നട്ടിട്ട് അത് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടുന്ന വളം ഇട്ട് കൊടുക്കണം, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കണം. ഇവിടെ നമ്മളുടെ ശരീരത്തിലെ, സ്ത്രീ ശരീരത്തിലെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഹെൽത്തി അല്ലാതായി വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വളരണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി ആവശ്യമുണ്ട്, കുഞ്ഞിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എസ്പെഷ്യലി നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവേണ്ട ഒരു സമയമാണ്. കാരണം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സമയമാണ് ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ. അതിലും ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് ഫസ്റ്റത്തെ മന്ത് എന്ന് പറയുന്നത്. ആ സമയങ്ങളിൽ കുഞ്ഞിന് ഗ്രോ ആകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എനർജിയും ഒക്കെ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസും വർദ്ധിക്കുന്നു. നമുക്ക് വയറ് എപ്പോഴും ഇങ്ങനെ എരിയുന്നത് പോലുള്ള ഒരു പ്രവണത അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. വിശന്നോണ്ടേ ഇരിക്കുക. എന്താണ് എനിക്ക് കഴിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥ. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയ ഒരവസ്ഥ. കാരണം ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ ടെൻഡൻസീസ് വരുമ്പോഴേക്കും എനിക്ക് അറിയില്ലായിരുന്നു. അന്നത്തെ എന്റെ മൈൻഡ് വെച്ച് നോക്കുമ്പോഴേക്കും ഒരു 22 വയസ്സുണ്ടായിരുന്ന എനിക്ക് അറിയില്ലായിരുന്നു അത് ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് അറിയാനും ഉണ്ടായിരുന്നില്ല, ആരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ശരീരം ശ്രദ്ധിക്കുക. അങ്ങനെ തോന്നുമ്പോഴേക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഞാൻ എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശക്കുമ്പോഴേക്കും എന്ത് കഴിച്ചിട്ടും എനിക്ക് വിശപ്പ് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ലാസ്റ്റ് സോഡ വരെയും കുടിച്ചിട്ടുണ്ട്. വയറൊന്ന് ഫുള്ളായിട്ടിരിക്കും. എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടിയായിട്ട് സോഡ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരമെങ്കിലും വയറൊന്ന് ഫുള്ളായിട്ടിരിക്കുമല്ലോ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം എന്റെ ബ്ലണ്ടറിന് എനിക്ക് അറിയാത്ത പ്രായത്തിൽ ഞാൻ ചെയ്ത് വെച്ചൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. നമ്മൾ വിശക്കുമ്പോഴേക്കും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, വെജിറ്റബിൾസ് എടുക്കുക, ഫ്രൂട്ട്സ് എടുക്കുക, നട്ട്സ് എടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. എന്റെ തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണോ. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പിന്നെയും വിശപ്പ് തോന്നുന്ന ഒരു ടെൻഡൻസി പലർക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ആദ്യത്തെ ലക്ഷണം.
രണ്ടാമത്തേന്ന് പറയുന്നത് വിശപ്പ് ഒട്ടുമില്ലാത്ത ഒരവസ്ഥ. വിശപ്പ് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു സാധനം കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. ഡെയിലി നമ്മൾ കഴിക്കുന്ന സമയത്ത് പോലും ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് തോന്നാതെ വരിക. ആദ്യത്തെ കേസിൽ നമുക്ക് എനർജി റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് റീസണിലും നമുക്ക് എനർജി വേണം, പക്ഷെ അത് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏറ്റവും ആദ്യത്തേത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച്. പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ച് നമ്മളിൽ സംഭവിക്കുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് ആ ഹോർമോൺ ചേഞ്ചുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ മന്തിലൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് മന്തിലൊക്കെ നമുക്ക് ഒന്നും തന്നെ കഴിക്കാനായിട്ട് തോന്നില്ല ആ ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ആൻസൈറ്റിയും ഡിപ്രഷനുമാണ്. ആൻസൈറ്റിയും ഡിപ്രഷനും നമ്മൾ തന്നെ ആലോചിച്ചെടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ല, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുതലാണ്. നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങളും കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്നൊരു മൂഡ് സ്വിങ്സ് നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമുക്ക് സമയം ഉണ്ടാകും. പെട്ടെന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് ദേഷ്യം വരുന്നു, ഹസ്ബൻഡായിട്ട് തല്ലുപിടിക്കുന്നു, ഫ്രണ്ട്സായിട്ട് തല്ലുപിടിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം നമുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് നമുക്ക് അവിടെയും പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പൊ എന്റെ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് തോന്നുന്നില്ല. ചിലർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, വലിച്ചു വാരി കഴിക്കാനായിട്ട് തോന്നും. പക്ഷെ എനിക്ക് ഒട്ടും തോന്നില്ലായിരുന്നു. അപ്പൊ ആ ഒരു ടെൻഡൻസി നമുക്ക്, ആ ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാം. മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് നോസിയും വൊമിറ്റിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ടും നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നില്ല. കാരണം എന്ത് കയ്യിലെടുത്താലും വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി. ചിലരൊക്കെ ഇതിന് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് കാണാറുണ്ട് കേട്ടോ. കാരണം പീരിയഡ്സ് ആവുന്നതിന് മുൻപ് വൊമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇങ്ങനെ വരുമ്പോഴേക്കും പീരിയഡ്സ് ആവാനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു റീസൺ കൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കാം. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം ദഹിക്കാതെ കിടക്കുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്ലോ ആകും. അതായത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോഴേക്കും നമ്മുടെ ദഹനം ഒന്ന് സ്ലോ ആകുന്നു. ദഹനം സ്ലോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒന്ന് ദഹിച്ചു പോയാലല്ലേ നമുക്ക് രണ്ടാമതൊരു വിശപ്പ് അനുഭവപ്പെടുള്ളൂ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വിശപ്പേ ഉണ്ടാവില്ല, കാരണം ആദ്യത്തെ ദഹിച്ചു പോയിട്ടുണ്ടാവില്ല. എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ഉണ്ടായ കാര്യമാണ് കേട്ടോ അത്. ഞാൻ ഇങ്ങനെ സിംറ്റംസ് പറയുമ്പോഴേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും എല്ലാ സിംറ്റവും ചേച്ചിക്ക് ഉണ്ടല്ലോ എന്ന്. കാരണം ഓരോ പ്രഗ്നൻസിയും ഡിഫറെന്റ് ആണ്. എനിക്ക് ഉണ്ടായതായിരിക്കില്ല ചിലപ്പോൾ എന്റെ അമ്മയ്ക്ക് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. എനിക്ക് ലക്ഷണങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു ഈ സവാള വട. നമ്മുടെ ഇവിടെയൊക്കെ ലോക്കലായിട്ട് അവൈലബിൾ ആണ് സവാള വട. അപ്പൊ അച്ഛനത് മേടിച്ചിട്ട് വരുമായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്. പക്ഷെ എനിക്കിത് കയ്യിലെടുത്തിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പൊ എല്ലാവരും ചോദിക്കും എന്ത് പറ്റി, ഇഷ്ടമുള്ള സാധനമല്ല, എന്താ കഴിക്കാതെ, ഗ്യാസ് കയറി തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ സെക്കൻഡ് പ്രഗ്നൻസി ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എന്താ പറയാ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗ്യാസ് കയറിയതായിരിക്കും, ഫീഡ് ചെയ്യുന്നുണ്ട്, പീരിയഡ്സ് റെഗുലർ ആണ്, അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ റീസൺ ഇതായിരുന്നു, പ്രഗ്നൻസിയുടെ തന്നെയായിരുന്നു റീസൺ. അപ്പൊ എനിക്ക് ഏറ്റവും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷണമായിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസിയിലെ വിശപ്പ് ഇല്ലായ്മ, ദഹിക്കാതെ വയറ്റിൽ കല്ലച്ച് ഭക്ഷണം കിടക്കുന്നത് പോലുള്ള ഒരു സിറ്റുവേഷൻ. മൂന്നാമത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് സ്മെല്ല് പറ്റാതെ വരിക. ഒരു സ്മെല്ല്, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന സ്മെല്ലിനോടൊക്കെ നമുക്ക് ഭയങ്കര ഒരു വിരക്തി തോന്നുക. എനിക്ക് മീൻ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ കഴുകി വെച്ചത് കഴിക്കില്ല അങ്ങനെ, പക്ഷെ എനിക്ക് വറുത്ത മീൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ അതുപോലും എനിക്ക് ഇഷ്ടമല്ലാത്ത അവസ്ഥ. എന്റെ അമ്മ മീൻ വറുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എത്ര തന്നാലും അമ്മ മീൻ വറുക്കുന്നത് ഞാൻ കഴിക്കും, ഒരു മടുപ്പില്ലാതെ കഴിക്കും. പക്ഷെ ഇതെനിക്ക് അമ്മയുടെ ആ ഒരു സ്മെല്ല് പോലും എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പല സ്മെല്ലുകളും ഞാൻ വേണ്ടെന്ന് വെച്ചു. ബിരിയാണിയുടെ സ്മെല്ല്, എനിക്ക് ബിരിയാണി ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ബിരിയാണി തൊട്ടിട്ടില്ല. ലാസ്റ്റത്തെ ആ ഒരു ട്രൈമസ്റ്റർ വരെ, എന്റെ ഡെലിവറി വരെ ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല. കാരണം ബിരിയാണിയുടെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുള്ളൂ. അത് ഉണ്ടാവാനായിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം എന്റെ പ്രഗ്നന്റ് ആയിരിക്കുന്നതിന് മുമ്പ്, അതായത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഫുഡ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഫുഡ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കുമായിരുന്നു. പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോഴേക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ സ്മെല്ല് എന്തോ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിക്കാനായിട്ട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പല ഇഷ്ടമുള്ള ഭക്ഷണങ്ങളോടും നമുക്ക് മടുപ്പ് തോന്നും. ഇഷ്ടപ്പെടാത്ത പല ഭക്ഷണങ്ങളെയും നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് വരും. അതും പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ലക്ഷണങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ 3 ലക്ഷണങ്ങളും എനിക്കുണ്ടായത് ഞാൻ തിരിച്ചറിഞ്ഞത് പീരിയഡ്സ് മിസ് ആവുന്നതിനൊക്കെ മുൻപ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് പീരിയഡ്സ് ആവുകയാണെങ്കിൽ കൂടി തന്നെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണോ, പീരിയഡ്സ് പോലുള്ള ബ്ലീഡിംഗ് ആണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അതിനുശേഷം നിങ്ങൾ ഒരു കാർഡ് മേടിച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കമന്റ്സിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി സോപ്പ് പൊടി ഉപയോഗിച്ച്, ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തു. അതൊക്കെ എന്താ പറയാ, അതൊരിക്കലും കൃത്യമായിട്ടുള്ള റിസൾട്ട് തരില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ലക്കിന് അതൊന്ന് പതഞ്ഞു വരും. അങ്ങനെ വരുമ്പോഴേക്കും പലരും ഒരു പോസിറ്റീവ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യാറ്. ചിലപ്പോൾ
അപ്പോൾ ചിലർ പോസിറ്റീവ് ആയിട്ടുണ്ടാകും, ചിലർ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ പോസിറ്റീവ് ആയിരിക്കും ആക്ച്വലി ഉണ്ടാവുന്നത്. അതുകൊണ്ട് കാർഡ് മേടിച്ച് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.